നിങ്ങൾ നിത്യവും ലളിതാ സഹസ്രനാമം ജപിക്കുന്നവരാണോ? നിത്യവും ലളിതാ സഹസ്രനാമം ജപിക്കുന്ന വീടുകളിൽ സന്തോഷം, സമാധാനം, ഐശ്വര്യം എന്നിവയെല്ലാം ഭഗവതി തരുന്നു. ഇത് ഒരുപാട് ഭക്തരുടെ അനുഭവം കൂടിയാണ്, ഒപ്പം എന്റെയും. നിത്യവും ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എപ്പോഴാണ് ലളിതാ സഹസ്രനാമം ജപിക്കേണ്ടത്? ഇത് ജപിക്കുമ്പോൾ തെറ്റുകൾ വന്നാൽ ഭഗവതിയുടെ കോപം ഉണ്ടാകുമോ? ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളും പേടിയും കൊണ്ട് ഒരുപാട് പേർ ഇത് ജപിക്കാതെ ഇരിക്കുന്നുണ്ട്. അവർക്കുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണേ. ലളിതാ സഹസ്രനാമ ജപം അറിയേണ്ട കാര്യങ്ങൾ, ജപിച്ചാലുള്ള ഫലസിദ്ധി എന്നിവ പറയാം. അതിനു മുമ്പേ ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഭഗവതിയുടെ 1000 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്തോത്ര ഗ്രന്ഥമാണ് ലളിതാ സഹസ്രനാമം. ശ്രീമാതയിൽ തുടങ്ങി ലളിതാംബിക എന്ന നാമത്തിൽ ഇത് പൂർണ്ണമാകുന്നു. നാമങ്ങളിൽ ശ്രേഷ്ഠമാണ് വിഷ്ണു സഹസ്രനാമം. 1000 വിഷ്ണു നാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം. 1000 ശിവനാമത്തിന് തുല്യമാണ് ഒരു ദേവീനാമം. ദിവസവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതിലൂടെ കുടുംബ ഐശ്വര്യം വർദ്ധിക്കുകയും രോഗദുരിതങ്ങൾ അകലുകയും ചെയ്യും. ജാതകദോഷവും ഗ്രഹപ്പിഴകളും അലട്ടുകയുമില്ല. ഉത്തമ സന്താന സൗഭാഗ്യത്തിനും സന്താന പുരോഗതിക്കും വൈദവ്യദോഷനാശത്തിനും ദീർഘായുസിനും ലളിതാ സഹസ്രനാമ ജപം ഉത്തമമാണ്. മാതൃരൂപിണിയാണ് ദേവി. മാതൃപൂജ ഒരു വ്യക്തിയുടെ സകല പാപങ്ങളെയും കഴുകിക്കളയുന്നു. മാതൃസ്നേഹത്തിന്റെ അളവ് അത്ര വലുതാണ്. അതുപോലെ തെളിഞ്ഞ മനസ്സോടെ ഭഗവതിയെ ധ്യാനിച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ ഫലം ഉറപ്പാണ്. ഇനി ഇത് എപ്പോൾ ചൊല്ലണം? ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് പലർക്കും ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സംശയം ഇതാണ്: ഇത് രാവിലെ തന്നെ ജപിക്കണമോ, വൈകിട്ട് ജപിക്കണമോ, ഇടയ്ക്ക് നിർത്തിയാൽ ദോഷമുണ്ടോ? ഇതിനുള്ള ഏറ്റവും മനോഹരമായ ഉത്തരം എന്താണെന്ന് ഞാൻ പറയട്ടെ. അമ്മയെ സ്നേഹിക്കാൻ സമയമോ കാലമോ നോക്കേണ്ടതുണ്ടോ? ഭഗവതിയെ മാതൃസ്വരൂപമായി കരുതി എപ്പോൾ വേണമെങ്കിലും ഇത് ജപിക്കാവുന്നതാണ്. രാവിലെയോ വൈകിട്ടോ മനസ്സ് ശാന്തമായ ഏത് സമയത്തും ശുദ്ധിയോടെ ഇത് ജപിക്കാവുന്നതാണ്. എത്ര തവണ നമ്മൾ ഇത് ചൊല്ലുന്നു എന്നതിലല്ല, എങ്ങനെ ചൊല്ലുന്നു എന്നതിലാണ് പ്രാധാന്യം. ഭക്തിയും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ അമ്മ ഇത് സ്വീകരിക്കും. രാമനാമം പോലും മരാ മരാ എന്ന് ചൊല്ലിയ കാട്ടാളൻ വാൽമീകി മുനിയായ കഥ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതല്ലേ? അതുപോലെ തന്നെ ഭക്തിയോടെ ചൊല്ലുന്ന ദേവീനാമങ്ങൾ ഒരിക്കലും വെറുതെയാകില്ല. ഇനി തെറ്റി ചൊല്ലിയാൽ ദോഷമുണ്ടോ? ഇതും പല ഭക്തരുടെയും അലട്ടുന്ന ഒരു സംശയമാണ്. സംസ്കൃതം കൃത്യമായി അറിയാത്തവർക്ക് ചില അക്ഷരത്തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. തെറ്റ് തിരുത്തിയല്ലേ പൂർണ്ണമായി പഠിക്കാൻ പറ്റൂ. പക്ഷേ ഭഗവതിയുടെ മുന്നിൽ അത്തരം ചെറിയ തെറ്റുകൾക്കൊന്നും വലിയ പ്രാധാന്യമില്ലെന്നേ. ഭഗവതി നോക്കുന്നത് നമ്മളുടെ ഹൃദയമാണ്, നമ്മളുടെ ഭക്തിയാണ് പ്രധാനമായിട്ടുള്ളത്. എന്നാൽ സാധിക്കുമെങ്കിൽ അർത്ഥം മനസ്സിലാക്കി പഠിച്ച് ജപിക്കുന്നത് കൂടുതൽ ഉത്തമമാണ്. അപ്പോൾ ഓരോ നാമവും നമ്മളുടെ മനസ്സിൽ ആഴത്തിൽ നമുക്ക് അത് അനുഭവിക്കാനാകും. അടുത്തതായി, നിത്യമായി ചൊല്ലാൻ സാധിക്കാത്തവർ എന്ത് ചെയ്യണം? ജീവിത തിരക്കുകൾ കാരണം എല്ലാവർക്കും ദിവസവും അരമണിക്കൂറൊന്നും സമയം കണ്ടെത്താൻ സാധിക്കണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ സങ്കടപ്പെടേണ്ട. ലളിതാ സഹസ്രനാമ ധ്യാന ശ്ലോകങ്ങൾ മാത്രം ചൊല്ലിയാലും മതി. അത് ഭക്തിയോടെ ചൊല്ലിയാൽ അത് മതി അമ്മയ്ക്ക്. അല്ലെങ്കിൽ കുറച്ച് നാമങ്ങൾ മാത്രം ജപിച്ചാലും മതിയാകും. പ്രധാനമായത് ഭക്തിയും ആത്മാർത്ഥതയുമാണ്. നിത്യമായി ലളിതാ സഹസ്രനാമം ചൊല്ലാൻ കഴിയുന്നത് പോലും ദേവീ കടാക്ഷം കൊണ്ടാണെന്നാണ് പറയുന്നത്. അങ്ങനെ ദേവിയുടെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ ഇത് സാധിക്കൂ. ഇനി ഇതെങ്ങനെ ചൊല്ലണം?
ശരീരശുദ്ധിയോടെ നിലവിളക്ക് കൊളുത്തി ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് ജപം ആരംഭിക്കുന്നത് ഉത്തമമാണ്. രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ചൊല്ലാം. വൈകുന്നേരമാണെങ്കിൽ പടിഞ്ഞാട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്നും ജപിക്കാം. നാമങ്ങളൊന്നും തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ജപിക്കാതിരിക്കുക. ഭഗവതിയുടെ ചിത്രം, കുങ്കുമം, പൂക്കൾ എന്നിവ മുന്നിൽ വെക്കുന്നത് മനസ്സ് ഏകാഗ്രമാക്കാൻ സഹായിക്കും. ജപം കഴിഞ്ഞ ശേഷം ഭഗവതിക്ക് നമസ്കരിക്കുകയും കുങ്കുമം തൊടുകയും പൂവ് ശിരസിൽ ചൂടുകയും ചെയ്യുന്നത് മംഗളകരമാണ്. മംഗല്യവതിയായ സ്ത്രീകൾ ദശപുഷ്പങ്ങളിൽ ഒന്നായ മുക്കുറ്റിപ്പൂവ് ചൂടുന്നതും ഭർത്തൃസൗഖ്യത്തിനും കുടുംബ ഐശ്വര്യത്തിനും ഉത്തമമാണെന്ന് വിശ്വാസം. പ്രത്യേക ദിവസവും ചൊല്ലാൻ സാധിക്കാത്തവർ പൗർണമി, അമാവാസി, വെള്ളിയാഴ്ച ഈ ദിവസങ്ങളിലെങ്കിലും ലളിതാ സഹസ്രനാമം ജപിക്കാൻ ശ്രമിക്കുക. ഈ ദിവസങ്ങളിൽ ദേവീ ഉപാസനയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ടെന്നാണ് വിശ്വാസം. ലളിതാ സഹസ്രനാമം ഒരു സ്തോത്രം മാത്രമാണോ? അല്ല, അമ്മയെ ഹൃദയം കൊണ്ട് വിളിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ജപിക്കുമ്പോൾ മനസ്സിൽ സമാധാനവും ജീവിതത്തിൽ ആത്മവിശ്വാസവും നിറയും. അതുകൊണ്ട് കഴിയുന്നത്ര ദിവസങ്ങളിൽ ഭഗവതിയെ ധ്യാനിച്ച് ലളിതാ സഹസ്രനാമം ജപിക്കാൻ ശ്രമിക്കൂ. ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇനിയും ജപിച്ചു തുടങ്ങാത്തവർ ഇന്ന് തന്നെ അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി ജപിച്ചു തുടങ്ങിക്കോളൂ. ദേവി സാക്ഷാൽ മഹാമായയുടെ അനുഗ്രഹം, നമ്മളുടെ അമ്മയുടെ അനുഗ്രഹം എന്നും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമാത്രേ നമഃ. വീഡിയോ കണ്ട ശേഷം അമ്മയുടെ നാമം ഒരു കമന്റായി നിങ്ങൾ ഇടണേ. ഒപ്പം നിങ്ങൾക്ക് ഈ ജപത്തിലൂടെ ഉണ്ടായ അനുഭവവും അനുഗ്രഹവും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സർവം കൃഷ്ണാർപ്പണമസ്തു.